ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ച നാം നിഫ്റ്റിയിൽ കണ്ടത് കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും നല്ല ഒരു വീക്കായിട്ടാണ് അത് കടന്നുപോയത്. നിഫ്റ്റി 22,500 ലെവൽ എത്തിയത് വലിയൊരു ആശ്വാസമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റാണ്. മാർക്കറ്റ് ബ്രെഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 28% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. ഏകദേശം 67% സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിഫ്റ്റി തന്നെ ഇന്ന് 22,500 താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി കോഷ്യസ് ആയതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിൻ്റെ ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്കിന്ന് മനസ്സിലാകുന്നത്. ഈ ആഴ്ച 2 പ്രധാനപ്പെട്ട ഡാറ്റകൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ 2 ഡാറ്റകളും വരുന്നത് മാർച്ച് 12-നാണ്. അതായത് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നത് ഒരേ ദിവസമാണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഡാറ്റ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നോൺ ഡയറക്ഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ഏത് ദിശയിലേക്ക് പോകണമെന്നറിയാതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഡാറ്റകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ FMCG ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്ത ഒരു ഇൻഡെക്സ് ആയിരുന്നു മെറ്റൽ ഇൻഡെക്സുകൾ. ഇപ്പോൾ മെറ്റൽ ഇൻഡെക്സിൽ ഒരു റാലി തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെ കുറിച്ചും അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അയൺ സ്റ്റീൽ വ്യവസായം നമ്മുടെ GDPയുടെ ഏകദേശം 2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സിൽ 6.2% വെയിറ്റേജ് ആണ് ഈ ഒരു വ്യവസായ മേഖലയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ GDPയുടെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറാണ് ഈ മെറ്റൽ സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ മെറ്റൽ സെക്ടർ എന്ന് പറയുമ്പോൾ ആ വ്യവസായത്തിൽ അയൺ ഉണ്ട്, സ്റ്റീലുണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, നിക്കൽ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ മെറ്റൽ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ 135ഓളം ലിസ്റ്റഡ് കമ്പനികൾ ഈ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിഫ്റ്റിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് മെറ്റൽ ഇൻഡെക്സ്. അതിൽ 15ഓളം സ്റ്റോക്കുകളാണുള്ളത്. ആ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് JSW സ്റ്റീൽ, ഹിൻഡാൽകോ, വെൽസ്പൺ കോർപ്പറേഷൻ, ജിൻഡാൽ സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഹിന്ദുസ്ഥാൻ സിങ്ക്, NMDC, അദാനി എൻ്റർപ്രൈസസ്, വേദാന്ത, ജിൻഡാൽ സ്റ്റീൽ, APL അപ്പോളോ, രത്നമണി മെറ്റൽസ്, സെയിൽ, ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലൂമിനിയം പോലെയുള്ള 15ഓളം സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സാണ്. ഈ ഒരു ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 6% ഒരു അപ്സൈഡ് മൂവ് കാണിച്ചതായിട്ടും കാണാൻ പറ്റും. ഇതേ കാലയളവിൽ നിഫ്റ്റി താഴോട്ടേക്കാണ് പോയിട്ടുള്ളത് 3.91%. അപ്പോൾ നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്ത ഒരു പ്രകടനമാണ് കഴിഞ്ഞ ഒരു മാസം ഈ മെറ്റൽ സ്റ്റോക്കുകൾ കാണിച്ചിട്ടുള്ളത്. ഇനി കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ നമുക്കറിയാം നിഫ്റ്റി നല്ലൊരു തിരിച്ചു വരവ് നടത്തിയ ഒരു സമയമായിരുന്നു. ആ സമയത്ത് നിഫ്റ്റി 2.12% അപ്സൈഡ് പോയപ്പോൾ നിഫ്റ്റി മെറ്റൽ 7% ഒരു അപ്സൈഡ് മൂവ് കാണിച്ചതായിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയെ ഈ ഒരു 22,500 ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് മെറ്റൽ സെക്ടറാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു മെറ്റൽ സെക്ടർ സ്റ്റോക്കുകളിൽ ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായത് ചൈന അവരുടെ സ്റ്റീൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത്തരം തീരുമാനം ചൈന എടുക്കാനുള്ള കാരണം മറ്റൊരു വലിയ തീരുമാനത്തിൻ്റെ ചുവട് പിടിച്ചാണ്. ഇപ്പോൾ ചൈനയുടെ ഒരു GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 4.9% ആയിരുന്നു 2024. ഇപ്പോൾ 2025 അത് 4.5% ആയിരിക്കുമെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രൊജക്ഷൻ. എന്നാൽ ചൈനീസ് ഗവൺമെൻറ് ഈ ഒരു GDP ഈ 2025 5% മുകളിൽ കൊണ്ടുവരുവാനുള്ള ശക്തമായ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി 1.3 ട്രില്യൺ യുവാൻ, അതായത് ഏകദേശം $179 ബില്യൺ ഒരു എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചൈനയിലെ ഒരു സ്റ്റീൽ സെക്ടർ എന്ന് പറയുന്നത് അമിതമായ ഉൽപ്പാദനത്തിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ആഭ്യന്തര ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള സ്റ്റീൽ ഉൽപ്പാദനം കാരണം അവർ എക്സ്പോർട്ട് ഗ്ലോബലായിട്ട് നടത്തുമ്പോൾ വലിയ വിലക്കുറവിലാണ് ചൈനീസ് സ്റ്റീൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ആ ഒരു എക്സ്പോർട്ടിന് വലിയ ഒരു സെറ്റ് ബാക്കാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ്റെ ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാതാവുകയും ചൈനീസ് സ്റ്റീലിൻ്റെ ആ ഒരു പ്രൈസുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ ഇന്ത്യൻ സ്റ്റീൽ സ്റ്റോക്കുകൾ വലിയ തോതിൽ സ്ലോ ഡൗൺ ആവുകയും ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യയിലേക്ക് തന്നെ ചൈനീസ്
ഈ മെറ്റൽ പ്രൊഡക്റ്റുകൾ വന്നത് കാരണം ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിലും ഇന്ത്യൻ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അമേരിക്കൻ താരിഫ് റൂളുമായി ബന്ധപ്പെട്ടിട്ട് ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് 20% മുകളിലുള്ള ഒരു താരിഫ് നിശ്ചയിക്കാൻ തീരുമാനിച്ചത് കാരണം ചൈന അതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള എക്കണോമിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ GDP ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ല തോതിലുള്ള കാപ്പെക്സ് ഇറക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വലിയ തോതിലുള്ള സ്റ്റീലിൻ്റെ ആവശ്യം വരും. അപ്പോൾ നിലവിൽ സർപ്ലസ് ആയിട്ട് കിടക്കുന്ന ചൈനയുടെ സ്റ്റീൽ അവരുടെ ആഭ്യന്തര ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ അവരുടെ അമിതമായ പ്രൊഡക്ഷൻ കുറക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സ്റ്റീലിന് വലിയ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്പെക്കുലേഷൻ്റെ പുറത്താണ് ഇന്ത്യൻ മെറ്റൽ റാലി നടന്നിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പുഷിന് വേണ്ടിയിട്ട് ഈ മെറ്റൽ സെക്ടറിൽ വലിയ തോതിൽ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ സ്വാഭാവികമായിട്ടും ഒരു റാലി നടക്കും ചൈനീസ് പ്രൊഡക്റ്റുകൾ കുറയുമ്പോൾ. കൂടാതെ അമേരിക്കയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുവാണെങ്കിൽ ഇന്ത്യൻ മെറ്റലിന് കൂടുതൽ ഡിമാൻഡ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു മേഖലയായിട്ടാണ് ഇപ്പോൾ നമുക്ക് മെറ്റൽ സെക്ടർ കാണാൻ കഴിയുക. അതുകൂടാതെ നമുക്കറിയാം മെറ്റൽ സെക്ടർ സ്റ്റോക്കുകളിൽ നല്ല ഡിവിഡൻഡ് ഈൽഡ് കിട്ടാറുണ്ട്. ഇപ്പോൾ എക്സ്പോർട്ടിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ക്യാപിറ്റൽ അപ്രിസിയേഷനും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ മെറ്റൽ സെക്ടർ പോസിറ്റീവ് ആണെങ്കിലും മെറ്റൽ സെക്ടറിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ആ സ്റ്റോക്കുകൾക്ക്. ഒന്ന്, അത് ഹൈലി സൈക്ലിക്കൽ സെക്ടറാണ്. ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻ മെറ്റൽ പോലെയുള്ള കമ്മോഡിറ്റി പ്രൈസുകളെ വല്ലാതെ സ്വാധീനിക്കും. ഇപ്പോൾ ഡിമാൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഹൈലി വൊളറ്റൈലായിരിക്കും ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഒരു മെറ്റൽ സ്റ്റോക്കുകളിൽ നമ്മളതിൻ്റെ റാലിയുടെ തുടക്കത്തിൽ കയറുകയും അതേപോലെ റാലി അവസാനിച്ച് താഴോട്ടേക്ക് വരുമ്പോൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ അത്തരം ടൈമിങ് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യവുമല്ല. കൂടാതെ ഈ മെറ്റൽ സെക്ടറിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ റെഗുലേറ്ററി എൻവയറമെൻറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഇവർ ഇടപെടുന്നത് മൈനിങ് മേഖലയാണ്. മൈനിങ് മേഖല എന്ന് പറയുന്നത് വളരെയധികം നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള പ്രത്യേകിച്ച് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റൊക്കെ വർദ്ധിക്കും. അപ്പോൾ അതും ഇതിലൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചു കൊണ്ടുവേണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുവാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെഫ്രീസ്, ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസ് ഇന്ത്യയുടെ മെറ്റൽ സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ടാറ്റ സ്റ്റീലിന് അവർ ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് 180 എന്നുള്ള ടാർഗറ്റാണ്. ഇതിനു മുമ്പേ അത് 165 മാത്രമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇത് 180 ഇതിനൊരു ബൈ റേറ്റിംഗ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ JSW സ്റ്റീലിലും അവർ ഒരു ഹോൾഡ് പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. JSW സ്റ്റീൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് എന്നാണ് അവർ പറയുന്നത്. 850 അവരുടെ ആദ്യത്തെ ടാർഗറ്റ്. അത് 920 എന്ന ടാർഗറ്റിലേക്കാണ് അവർ ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ അത് 1000 മേലെ JSWൻ്റെ പ്രൈസ് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഹിൻഡാൽകോയിൽ ഒരു ഹോൾഡ് പൊസിഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. 800 എന്നുള്ള ടാർഗറ്റാണ് ജെഫ്രി ഈ ഹിൻഡാൽകോ എന്നുള്ള ഈ സ്റ്റോക്കിന് നൽകിയിട്ടുള്ളത്, ഈ ഒരു അലൂമിനിയം സ്റ്റോക്കിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.